പരിശുദ്ധ കുർബാന കൃതജ്ഞതാസ്തോത്രയാഗമാണ്. തൻ്റെ തിരുശരീര രക്തങ്ങളാൽ സ്ഥാപിതമായ പുതിയ ഉടമ്പടി വഴി ദൈവപുത്രനായ യേശുക്രിസ്തുവാണ് പരമപിതാവിന് ഉചിതമായ കൃതജ്ഞതാസ്തോത്രയാഗം അർപ്പിച്ചത്. പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നതിൻ്റെ ആദ്യപടിയായി യേശുതമ്പുരാൻ തൻ്റെ അരുമ ശിഷ്യരോടൊത്ത് പെസഹ ഭക്ഷിക്കാനിരുന്നപ്പോൾ അത്താഴത്തിന് ശേഷം അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. ലൂക്ക 22:19-21 വരെ. കൃതജ്ഞതാ സ്തോത്രം എന്നതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന യൗക്കരിസ്തയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് ഉത്ഭവിച്ച യൂക്കരിസ്റ്റ് എന്ന പദത്തിന് നന്ദി പറയുക, കൃതജ്ഞത പ്രകാശിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ അപ്പത്തിനും വീഞ്ഞിനും പകരം കർത്താവ് തൻ്റെ തന്നെ തിരുശരീര രക്തങ്ങളാണ് പരമപിതാവിന് കൃതജ്ഞതാ സ്തോത്രയാഗമായി സമർപ്പിച്ചത്. ശരീരവും രക്തവും അർത്ഥമാക്കുന്നത് യേശുവിൻ്റെ സമ്പൂർണ്ണ വ്യക്തിത്വവും ജീവനുമാണ്. അതായത് യേശു തന്നെ സമ്പൂർണ്ണമായി പിതാവിന് സമർപ്പിച്ചു. തുടർന്ന് പരമപിതാവിന് അർപ്പിച്ച തൻ്റെ തിരുശരീരവും രക്തവും സകലർക്കുമായി മുറിച്ചു വിളമ്പി. ഇവിടെ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. ഒന്ന്, യേശുനാഥൻ തന്നെ സമ്പൂർണ്ണ കൃതജ്ഞതാ സ്തോത്രമായി പരമപിതാവിന് സമർപ്പിച്ചു. രണ്ട്, പരമപിതാവിന് സമർപ്പിച്ച തൻ്റെ ശരീരരക്തങ്ങൾ പിതാവിൻ്റെ തിരുഹിതമനുസരിച്ച് പാപമോചനത്തിനും നിത്യജീവനുമായി സകലർക്കും വേണ്ടി മുറിച്ചു വിളമ്പി. അതിനാൽ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന എല്ലാവരിലും ഇപ്രകാരമുള്ള സമർപ്പണവും പങ്കുവയ്ക്കലും നടക്കണം. പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന വിശ്വാസി നിത്യപുരോഹിതനായ യേശുക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന വൈദികനോട് ചേർന്ന് ദൈവത്തിന് കൃതജ്ഞതാസ്തോത്രം അർപ്പിക്കുന്നു. ഈ കൃതജ്ഞതാസ്തോത്രത്തിൽ ഒന്നാമതായി യേശുനാഥൻ ചെയ്തതുപോലെ നാം നമ്മെ തന്നെ പരമപിതാവിന് സമ്പൂർണ്ണമായി സമർപ്പിക്കണം. രണ്ടാമതായി നമുക്കുള്ളത് നമ്മെ തന്നെയും ദൈവഹിത അനുസരിച്ച് സകലർക്കുമായി പങ്കുവയ്ക്കണം. വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ ലേഖനത്തിൽ കൂദാശ വചനങ്ങൾക്ക് ശേഷം നിങ്ങളിത് ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് എന്ന യുഗാന്തോന്മുഖമായ ഒരു പ്രഖ്യാപനം കൂടെ കാണുന്നുണ്ട്. 1 കൊരിന്ത്യർ 11:23-25 വരെ. അതായത് പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുക വഴി നാം യേശുക്രിസ്തു വഴി പരമപിതാവിന് കൃതജ്ഞതാസ്തോത്രയാഗം അർപ്പിക്കുക മാത്രമല്ല, ക്രിസ്തുവിൻ്റെ പീഡാനുഭവവും മരണോത്ഥാനവും അവിടുത്തെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്.